ഐവിൻകുട്ടൻ കുറച്ച് ദിവസമായിട്ടോ കുഞ്ഞുവിൻ്റെ പുറകെ നടക്കുന്ന അപ്പ ഒരു വണ്ടി ഉണ്ടാക്കിത്താന്നും പറഞ്ഞ് കുഞ്ഞുവൻ ഓരോന്നേ പറഞ്ഞ് ഒഴിയാൻ നോക്കിയിട്ടായിട്ട് എനിക്കിതൊന്നും അറിയില്ല ഇതാണെന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ നോക്കി. പക്ഷേ ഐവിൻകുട്ടൻ്റെ അടുത്ത് ഇത് വല്ലതും നടക്കുമോ? അവൻ പിടിച്ച പിടിയാലെ വണ്ടി ഉണ്ടാക്കാൻ വേണ്ടി നിർത്തിയേ. എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാമെന്ന് കുഞ്ഞുവനും വിചാരിച്ചു. അങ്ങനെ അപ്പയും മോനും കൂടി വണ്ടി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടാ. പണ്ട് കുഞ്ഞോനൊക്കെ ചെറുതായിരുന്ന സമയത്തെ അവർ കൂട്ടുകാരെല്ലാവരും കൂടി ഉണ്ടാക്കിയിരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ ഇത്. ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇത് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ ഓടിപ്പോയി വീഡിയോ എടുത്തതാണ്. ഇത് കാണുന്ന നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അതിനൊരു ചെരുപ്പൊക്കെ വേണം കേട്ടോ. ഇവിടെ ഒരു പഴയ ചെരുപ്പ് കിടപ്പുണ്ടായിരുന്നേ. വണ്ടിയുടെ വീലായിട്ട് ഈ ചെരുപ്പാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾ കുറച്ച് പഴയ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും ഇത് കാണുമ്പോഴേ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഒന്നും മനസ്സിലായില്ലായിരുന്നു കേട്ടോ. ഈ വണ്ടിയുടെ ഫുള്ള് കണ്ടു കഴിഞ്ഞപ്പോഴാണ് സംഭവം ഇതാണെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ അപ്പയും മാനും കൂടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴേ മഴ പെയ്ത് കേട്ടോ. അപ്പം ഞാനെടുത്ത് ഓടിയേ. തുണിയൊക്കെ മുറ്റത്ത് കിടപ്പുണ്ടായിരുന്നു. ഐവിൻകുട്ടൻ നോക്കിക്കേ, മഴ പെയ്തതുകൊണ്ട് തലേ വെള്ളം വീഴാതിരിക്കുകയും ചെയ്ത പണിയാണ് ഇത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ കുറഞ്ഞു. അപ്പം പറഞ്ഞു, എടാ ഒരു കുട എടുത്തുകൊണ്ട് വാ, അതിൻ്റെ കമ്പി വേണം എന്ന് പറഞ്ഞു തീർന്നില്ല. ഒരു പൊട്ടക്കട എടുത്തുകൊണ്ട് ഐവിൻകുട്ടൻ വന്നേ. ഇതൊക്കെ ഞാൻ ചെയ്തോളാം അപ്പ, ഇതെനിക്ക് സിമ്പിളാ എന്നും പറഞ്ഞ് ഐവിൻകുട്ടൻ അപ്പനെ ഹെൽപ്പ് ചെയ്യുവാണേ. ഇതെന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് റബ്ബർ പത്തൽ. ഇതിന് കൊന്നപ്പത്തൽ എടുക്കാൻ പറ്റില്ല കേട്ടോ, റബ്ബർ പത്തൽ വേണം. എന്തിനാ റബ്ബർ പത്തൽ എന്നല്ലേ? നമ്മുടെ വണ്ടിയുടെ വീലിനുള്ള കമ്പി ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കൊന്നപ്പത്തലാണെങ്കിൽ അത് പൊട്ടിപ്പോകും എന്നാണ് പറയുന്നത്. പിന്നെ ആവശ്യമുള്ള ഒരു സാധനമാണ് ട്യൂബ്. നമ്മുടെ LED ട്യൂബില്ലേ, അത് പീസായത് 1-2 മേളിൽ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അതിലൊരെണ്ണം എടുത്തുകൊണ്ട് വന്ന് 2-3 പീസാക്കി എടുത്ത് വണ്ടിയുടെ 3 സൈഡിലും വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഐവിൻകുട്ടൻ പറയുന്നത് ഇത് അർജുൻ്റെ വണ്ടിയാണെന്നാണ്. എന്തായാലും അവനൊട്ടും ക്ഷമയില്ല കേട്ടോ. 2-3 ദിവസമായി സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പുറകെ കൂടിയിട്ട്. ഒരു ദിവസം കുറച്ചൊക്കെ ഉണ്ടാക്കും, പിന്നെ ബാക്കി അടുത്ത ദിവസം ഉണ്ടാക്കും. കുഞ്ഞോന് വർക്കുണ്ടായിരുന്നേ, പോയി വന്ന് ഒക്കെയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി എപ്പോൾ ഉണ്ടാക്കി തീർക്കും അപ്പാ എന്നും പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത ട്യൂബ് വണ്ടിയുടെ 3 സൈഡിലുമായിട്ട് ആണിയടിച്ച് അങ്ങനെ വെക്കും കേട്ടോ. ഒരു ലോഡൊക്കെ കയറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലോഡൊക്കെ വെക്കുമ്പോഴേക്കും ഇത് ഉരുണ്ട് പറിച്ച് താഴ്ത്തി വീഴരുതല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വെക്കുന്നത്. പണ്ടൊക്കെ ഒരുപാട് കളിപ്പാട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എങ്കിലേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അന്നത്തെ എല്ലാ കുട്ടികൾക്കും ഇതുപോലത്തെ പരിപാടികളൊക്കെ നല്ല വശമായിരിക്കും അല്ലേ. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് വല്ലതും അറിയോ? പറഞ്ഞു തീരും മുമ്പ് കയ്യിൽ കിട്ടുന്ന റിമോട്ട് ടോയ്സൊക്കെ ഉള്ളപ്പോൾ പിന്നെ എന്തല്ലേ ഇതുപോലത്തെ വണ്ടിയൊക്കെ. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും സമയം ഉണ്ടാവില്ല. ഈ വണ്ടിയുടെ പണിയൊക്കെ തീർന്നു കഴിയുമ്പോൾ ഐവിൻകുട്ടൻ ഇത് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, എങ്ങനെയാണ് അവരുടെ മനസ്സെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ എന്തായാലും വണ്ടിയുടെ പണി ഒരു 90% തീർന്നിട്ടോ. പിന്നെ ഇതുപോലൊരു സംഭവം അടിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇത്തരം വണ്ടിയൊന്നും ചുമ്മാ ഓടില്ലല്ലോ, നമ്മൾ ഉന്തി കൊടുക്കണം. അതിനു വേണ്ടി ഒരു വടി ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു സംഭവം വെച്ചിരിക്കുന്നത്. അങ്ങനെ എന്തായാലും വണ്ടിയുടെ പണി തീർന്നു. ഐവിൻകുട്ടൻ്റെ കൊടുത്തു കേട്ടോ. പക്ഷേ ഞങ്ങൾ വിചാരിച്ച പോലെയല്ല, ഐവിൻകുട്ടൻ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഏത് സമയവും വീടിനകത്തിരുന്ന് ചെറിയ ചെറിയ വണ്ടികൾ കൊണ്ടല്ലേ കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു വലിയ വണ്ടി പുറത്ത് ഇതുപോലെ ഉന്തി കളിക്കാൻ കിട്ടിയപ്പോൾ അവനൊരു പ്രത്യേക സന്തോഷം. അവനതിൽ കുറേ ലോഡൊക്കെ വെച്ചിട്ടോ. അവിടെ കിടന്ന കുറച്ച് കല്ലൊക്കെ പെറുക്കി വെച്ചതാണ്. അത് കഴിഞ്ഞ് ഉന്തിക്കൊണ്ട് നടക്കുവാണ് കേട്ടോ. ഒരുപാട് ഇഷ്ടമായി. ഇന്ന് സ്കൂളിൽ പോകാൻ സമയത്തും ഇത് ഉന്തിക്കൊണ്ട് പോകാപ്പ റോഡ് വരെ എന്നും പറഞ്ഞ് വഴക്കായിരുന്നേ. പക്ഷെ ഞങ്ങൾ സമ്മതിച്ചില്ല, വണ്ടി വന്ന സമയമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓടിപ്പോകേണ്ടി വന്നു. ഐവിൻകുട്ടൻ എന്തായാലും വണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്കും ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.